നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോറോ ഹെൽത്ത് എന്ന അമേരിക്കൻ കമ്പനിയുടെ കൊച്ചി ഓഫീസിലെ ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവം കൂടുതൽ പ്രതിഷേധത്തിലേക്കും വിവാദത്തിലേക്കും നീങ്ങുന്നു. പിരിച്ചുവിടൽ തൽക്കാലം മരവിപ്പിച്ചെന്ന വാർത്ത കേട്ട് ഇന്ന് രാവിലെ ഓഫീസിലെത്തിയ ആർക്കും ഉള്ളിലേക്ക് കടക്കാനായില്ല. ഇതേ തുടർന്ന് ജീവനക്കാർ പുറത്തു നിൽക്കേണ്ടി വന്നു. ജീവനക്കാരെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കരുതെന്ന് കമ്പനി HR മെയിൽ ചെയ്തിട്ടുള്ളതായി കമ്പനി പ്രവർത്തിക്കുന്ന ഇൻക്യൂബ് സ്ഥാപനം അറിയിക്കുകയായിരുന്നു. ഉച്ചയായിട്ടും ജീവനക്കാർക്ക് അകത്ത് കയറാനാകാതെ വന്നതോടെ DYFI നേതാക്കൾ സ്ഥലത്തെത്തി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം വാതിൽ തുറന്ന് ജീവനക്കാരെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു. DYFI നേതാവ് VK സനോജ് MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. വിഷയത്തിൽ ജീവനക്കാർ കൊച്ചിയിലെ ലേബർ ഓഫീസറുമായി നടത്തിയ ചർച്ചയിൽ 10-ാം തീയതി വരെ ജോലിയിൽ തുടരാൻ സാഹചര്യമൊരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 3-നാണ് മുന്നറിയിപ്പില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. അന്ന് കമ്പനി അധികൃതരുമായി ഉമാ തോമസ് MLAയും റീജിയണൽ ലേബർ ഓഫീസറും സംസാരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി താൽക്കാലികമായി മരവിപ്പിച്ചു. തിങ്കളാഴ്ച ലേബർ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്നും അറിയിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ 3 മാസത്തെ നഷ്ടപരിഹാര തുക കമ്പനി പിരിച്ചുവിട്ട ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. ജൂലൈ 10-ന് കമ്പനിയുടെ ഉന്നത അധികൃതർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ വീണ്ടും ചർച്ച നടത്തും. ബാർ ഹോട്ടലിൽ പണം വാതുവെച്ച് ചീട്ടുകളി മത്സരം നടത്തിയ 7-അംഗ സംഘം പിടിയിൽ. എടത്തല പൂക്കാട്ടുപടിയിലെ ക്ലബ് 99 എന്ന ബാർ ഹോട്ടലിൽ ഞായറാഴ്ച രാത്രി നടത്തിയ റെയ്ഡിലാണ് 7-അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് പണമിടപാടുകൾ നടന്നത്. പിടിയിലായവരുടെ ഗൂഗിൾ പേ ഇടപാടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്ഥലത്ത് നിന്ന് 19,000 രൂപയും പോലീസ് പിടിച്ചെടുത്ത പണം കണ്ടുകെട്ടി ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇവിടെ ചീട്ടുകളി മത്സരങ്ങൾ നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പശ്ചിമ ബംഗാളിൽ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 24-നാണ് വോട്ടെടുപ്പ് നടക്കുക. തൃണമൂൽ കോൺഗ്രസ് MPമാരായ സുഖേന്ദു ശേഖർ റായ്, സുഷ്മിത ദേവ്, പ്രകാശ് ചിഗ്ബറൈക് എന്നിവർ രാജിവെച്ചതിനെ തുടർന്നാണ് പ്രതിസന്ധി ഉടലെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു 3 MPമാർ രാജിവെച്ചത്. 2029 ഓഗസ്റ്റ് വരെ കാലാവധി ഉണ്ടായിരുന്നിരിക്കെ ജൂൺ 8-ാം തീയതിയായിരുന്നു സുഖേന്ദു ശേഖർ റായ് രാജിവെച്ചത്. മലയിടം തീരത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ നടപടി ഹൈക്കോടതി 1 വർഷത്തേക്ക് സ്റ്റേ ചെയ്തു. 1 വർഷത്തിനുള്ളിൽ പുനരധിവാസം പൂർത്തിയാക്കും എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേ. ഈ കാലയളവിൽ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാമെന്നാണ് ധാരണ. നേരത്തെ കോടതി വിധി അനുസരിച്ച് അഭിഭാഷക കമ്മീഷൻ കുടിയൊഴിപ്പിക്കാൻ എത്തിയത് മലയിടം തുരുത്തിനെ സംഘർഷത്തിലാക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്ന് രത്നഗിരി റെയിൽവേ സ്റ്റേഷന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു. സ്റ്റേഷന്റെ പുറം ഭാഗത്തുള്ള മേൽക്കൂരയുടെ 50 അടിയോളം വരുന്ന ഭാഗമാണ് തകർന്നു വീണത്. ഞായറാഴ്ച രാത്രി 10:45-ഓടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് ചുമതലപ്പെടുത്തിയ ഏജൻസി നവീകരിച്ച സ്റ്റേഷനിലാണ് അപകടം ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഈ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായിരുന്നു. നടി അൻസിബ ഹസന്റെ പരാതിയിൽ ലക്ഷ്മിപ്രിയക്കെതിരെ പോലീസ് ഉടൻ കേസെടുക്കും. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, വനിതാ സെൽ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കാൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. വ്യാജ പരാതിയുടെ മറവിൽ മാനസികമായി പീഡിപ്പിച്ചതാണ് അൻസിബയുടെ പരാതി. FIR രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് കോടതി ഹിൽ പാലസ് പോലീസിനോട് നിർദ്ദേശിച്ചു. ലക്ഷ്മിപ്രിയ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അൻസിബയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് നിയമവിരുദ്ധമായി സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും തന്നെക്കൊണ്ട് നിർബന്ധിതമായി മാപ്പ് എഴുതി വാങ്ങിച്ചുവെന്നുമാണ് അൻസിബയുടെ ആരോപണം. അൻസിബയുടെ പരാതിയിൽ കഴമ്പിലെന്ന റിപ്പോർട്ടാണ് പോലീസ് നൽകിയത്. ഇതോടെ ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കടമറ്റം പെരുവമൂഴിയിൽ നടന്ന വാഹനാപകടത്തിൽ കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തൊടുപുഴ മടക്കത്താനം ശിവനിവാസ് വീട്ടിൽ സുനീപ് ശിവന്റെ മകൻ S രാഹുലാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30-ഓടെയായിരുന്നു അപകടം നടന്നത്. പരിക്കൊലി മുത്തൂറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് രാഹുൽ. സ്കൂട്ടറിലുണ്ടായിരുന്ന സുഹൃത്ത് ജൂലിയൻ ജോസഫ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുന്നിലുണ്ടായിരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നതിനിടെ കാറിൽ തട്ടുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ രാഹുലിന്റെ തലയിലൂടെ എതിരെ വന്ന ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു. ഫുട്ബോൾ എന്നാൽ ബ്രസീലാണെന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം തകർത്തുകൊണ്ട് ലോകകപ്പിൽ നിന്ന് ബ്രസീൽ പുറത്ത്. കളിമിടുക്കുകൊണ്ടും സുന്ദരമായ പാസുകൾ കൊണ്ടും ലോകത്തെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ക്യാനറുകൾക്ക് ഒരിക്കൽ കൂടി കണ്ണീരോടെ കളമിടേണ്ടി വന്നിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്രസീൽ നോർവേയോട് അടിയറവ് പറഞ്ഞത്. മത്സരത്തിന്റെ 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാർട്സ് ആണ് നോർവേക്കായി ഗോളുകൾ നേടിയത്. സൂപ്പർ താരം നെയ്മറാണ്
ബ്രസീലിനായി ആശ്വാസ ഗോൾ നേടിയത്. മെക്സിക്കോ സിറ്റിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് മെക്സിക്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ കടന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി ജൂഡി ബെല്ലിംഗാം 2 ഗോളുകളും ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 1 ഗോളും നേടി. ജൂലിയൻ കിനോണസും റൗൾ ജിമനൈസുമാണ് മെക്സിക്കോയ്ക്ക് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത്. 54-ാം മിനിറ്റിൽ ജാരൻ ക്വാൻഷ റെഡ് കാർഡ് കിട്ടി പുറത്തായ ശേഷം 10 പേരുമായി കളിച്ചാണ് ഇംഗ്ലണ്ട് വിജയം സ്വന്തമാക്കിയത്. ഫിഫ ലോകകപ്പ് 2026 പ്രീ ക്വാർട്ടർ മത്സരത്തിന് മുമ്പ് അമേരിക്കൻ താരം ഫ്ലോറി ബലോഗന്റെ സസ്പെൻഷൻ ഫിഫ നീക്കിയത് വിവാദത്തിലേക്ക്. പ്രീ ക്വാർട്ടറിൽ ബെൽജിയത്തെ നേരിടാനിരിക്കെയാണ് താരത്തിന്റെ സസ്പെൻഷൻ നീക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ബോസ്നിയ ഹെർസഗോവിനയ്ക്കെതിരായ മത്സരത്തിൽ ലഭിച്ച ചുവപ്പ് കാർഡിനെ തുടർന്ന് ബലോഗന് ലഭിക്കേണ്ടിയിരുന്ന ഒരു മത്സരത്തിലെ വിലക്കാണ് ഫിഫ അപ്രതീക്ഷിതമായി നീക്കിയത്. ഫിഫ ഡിസിപ്ലിനറി കോഡിന്റെ 27-ാം അനുച്ഛേദ പ്രകാരം ബലോഗന്റെ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ പ്രബേഷണറി കാലയളവിലേക്ക് നീട്ടിവെക്കുകയാണെന്ന് ഫിഫ പ്രഖ്യാപിച്ചു. ഇതോടെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കളിക്കാൻ താരം യോഗ്യനായി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.